ഹലോ, അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവരും പണിയൊക്കെ എന്തൊക്കെ രാവിലെ? ഇവിടെ നല്ല തക്കാളി ചട്നിയും ദോശയാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതിനുള്ള മാവൊക്കെ സെറ്റാക്കി നല്ലോണം പൊന്തി വന്ന മാവൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത് വേഗം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒരു കഷ്ണം ഉള്ളിയും 2 തക്കാളിയൊക്കെ ഇട്ട് തക്കാളി ചട്നിക്കുള്ള ഒന്ന് വഴറ്റി വെച്ച് അപ്പോഴേക്കും എൻ്റെ തക്കുട് എണീറ്റ് വന്ന്. പിന്നെ കുറച്ച് ടൈം തക്കുട് തോളത്ത് കയറണം. അതെല്ലാം രാവിലെയും പതിവാണ് കേട്ടോ. ഒന്ന് എണീറ്റ് വരുമ്പോൾ ഒന്ന് തോളത്ത് കയറി ഇരിക്കണം. കുറച്ച് നേരം അങ്ങനെ കിടന്നാലേ ഒന്ന് ആ രാവിലെ മൈൻഡ് ഒന്ന് സെറ്റാവുള്ളൂ. അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ വേഗം തക്കാളി ചട്നിക്കുള്ളത് അടിച്ച് ലേശം എരി കൂടിപ്പോയിട്ടോ തക്കാളി ചട്നിക്ക്. എനിക്ക് കുഴപ്പമില്ല, പക്ഷെ മക്കൾക്ക് കുറച്ച് എരി കൂടി. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം, കൂടുതൽ കുഴച്ച് തിന്നാൽ. പിന്നെ വേഗം ദോശ ചുടാൻ നിന്ന്. ഈ ദോശ ചുട്ട് പകുതി ആകുമ്പോഴത്തേനും അങ്ങോട്ട് വീണ്ടും പുറത്തേക്ക് പോകണം. മോളെ മദ്രസയൊക്കെ കൊണ്ട് തിരിച്ച് വരാൻ പോകണം. അപ്പോഴേക്കും വേഗം എന്ത് ചെയ്ത് മോനെ അങ്ങോട്ട് പല്ലേൽപ്പിക്കലും മുഖം കേൾപ്പിക്കലും അങ്ങനെ എല്ലാ സംഭവങ്ങളും കഴിച്ച് കനോനിയും കൂട്ടി പോകണം. അതവിടെ സെറ്റാക്കി വെച്ച് അങ്ങനെ ഞങ്ങൾ മോളെ വിളിക്കാനുള്ള ടൈമായി. കുറച്ച് ദോശയും ചുട്ട് വേഗം മോളെ വിളിക്കാൻ വേണ്ടി പോവാണേ. മോളെ വിളിക്കാൻ പോകുമ്പോഴാണ് മുറ്റത്ത് നമ്മളെ മീൻകാരൻ വന്നത്. അങ്ങനെ മീനൊക്കെ എന്താണെന്നൊക്കെ നോക്കി വേഗം മോനെയും കൂട്ടി അങ്ങോട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ നമ്മളെ ഇടവയിൽ ആരുണ്ട്? നമ്മുടെ ഗോപി ഉണ്ട്. ഞാൻ എന്നും കാണിച്ചിരുന്ന നായില്ലേ, ആ നായിൻ്റെ പേര് ഇവിടെ ഉള്ളൊരു ഗോപി എന്നാണ് തൊട്ടെ. ഇപ്പം വലിയ പേടിയൊന്നുമില്ല കേട്ടോ. അതിൻ്റെ അടുത്ത് കൂടിയൊക്കെ പോയാൽ അതൊന്നും ചെയ്യൊന്നുമില്ല, വലിയ കുഴപ്പമില്ലാതെ പോകും. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഇടത്ത് വന്ന് കിടക്കാം, നടുവിലാക്കി കിടക്കാം കേട്ടോ. ഇനി മെല്ലെ സൈഡിലൂടെ പോയി അതിനൊക്കെ ഒരു വീഡിയോ എടുത്ത് നേരെ മോളെ വിളിക്കാൻ പോയി. കുറച്ച് നേരം ഒന്ന് നിൽക്കണം, അങ്ങനെ നടന്ന് ഇവിടെ എത്തണ്ടേ. ചില ടൈമിൽ വണ്ടിമേൽ വരും. അങ്ങനെ പിന്നെ ഓളെയും കൂട്ടി നേരെ പോവാം. പേടിച്ചാണ് കേട്ടോ പോണേ. എത്ര കണ്ടാലും നായിനോടുള്ളൊരു പേടി ഉള്ളിലുണ്ടാവും കേട്ടോ. ഇവിടെ നമ്മൾ ഇടവയിലുള്ള നായ്ക്കളൊന്നും ഒന്നും ചെയ്യൂല കേട്ടോ. ഇങ്ങനെ ഇരിക്കുകയുള്ളൂ, വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും മക്കൾ പോകുമ്പോൾ എനിക്കൊരു പേടിയാണല്ലോ. പിന്നെ വേഗം പോയി യൂണിഫോമൊക്കെ ഇട്ട് പോണതാണ് കേട്ടോ. വേഗം കുളിച്ചിട്ടാണ് മദ്രസയിലേക്ക് പോക്ക്. അതിനെ കൊണ്ട് ആ പരിപാടികളൊന്നുമില്ല. പിന്നെ വേഗം ബാക്കി ദോശയും ചട്നിയൊക്കെ സെറ്റാക്കി വേഗം ചായ എടുത്ത് കൊടുത്ത് രണ്ടാളും അങ്ങോട്ട് ചായ കുടിക്കലായി. അതിൻ്റെ കൂടെ ഞാനും കുടിക്കും, അല്ലാതെ കൊണ്ടാക്കാനുള്ളൊരു ആവത് കിട്ടൂല. പിന്നെ അതിൻ്റെ കൂടെ അങ്ങോട്ട് കുടിച്ച് പിന്നെ ഇനിയിപ്പം മേക്കപ്പിൻ്റെ പരിപാടിയാണ്. എപ്പോഴെങ്കിലൊക്കെ കാണും. എന്നാലും ചില ദിവസം പറയും ഒന്ന് കണ്ണെഴുതി തരുമോയെന്ന്. അപ്പോൾ ഇന്നൊന്ന് കണ്ണെഴുതി കൊടുത്ത് പിന്നെ ഇനിയിപ്പോൾ പോവാം. അപ്പം ഇനിയിപ്പോൾ ഞാനൊന്ന് പറഞ്ഞിട്ട് വേഗം അങ്ങോട്ട് ഇറങ്ങാം. ഒരു ബസ്സുണ്ട്, ആ ബസ്സിന് കറക്റ്റ് പോകണം. അപ്പം നമ്മൾ പോവാണേ. ടാറ്റാ.